السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSFന്റെ നേതൃത്വം, പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മുടെ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ മലപ്പുറം ജില്ല ഒരുക്കിയ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. സാഹിത്യോത്സവ വിവിധങ്ങളായ ഉയരങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒന്നാണെന്ന് പറയേണ്ടതില്ല. അല്ലാഹു തആല മനുഷ്യ സൃഷ്ടിപ്പിൽ തന്നെ വിവിധങ്ങളായ കഴിവുകൾ കൊടുത്തവരുണ്ട്. എല്ലാവരുടെയും കഴിവ് ഒരു രീതിയിൽ അല്ല, വ്യത്യസ്തങ്ങളായ കഴിവുകൾ കൊടുത്തവും അവരവർക്ക് നൽകപ്പെട്ട കഴിവുകളൊക്കെ കൂടുതൽ പരിപോഷിപ്പിച്ചാൽ അതുകൊണ്ടുള്ള ഫലം ഉണ്ടാകുമെന്നതിൽ സംശയമില്ലല്ലോ. നാം കാണുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ പലരും വിവിധ കഴിവുകൾ അവരിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ആ കഴിവുകളൊന്നും പരിപോഷിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ അത് പ്രധാനമായി ഒരു വഴിയായി എണ്ണാൻ സാധിക്കാതെ പോയി. എത്ര ആളുകൾ നമുക്ക് കാണാം. നമ്മുടെ കൂടെ പഠിച്ചവരിൽ തന്നെ ഞാൻ അങ്ങനത്തെ ചില ആളുകളെ കുറിച്ച് ആലോചിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അവർ വേറെന്തോ കാരണം കൊണ്ട് ഈ വഴിയിൽ നിന്നൊക്കെ തെന്നിപ്പോയി. പിന്നെ അവരുടെ ജീവിത പ്രശ്നം എന്ന നിലക്ക് ജോലികളായി മുന്നോട്ട് പോവുകയാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരാൾ, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ആളായിരുന്നു. ഉസ്താദിനടക്കം ഞങ്ങൾക്കൊക്കെ അദ്ദേഹം വലിയ ഒരു പ്രതീക്ഷയായിരുന്നു. പെട്ടെന്ന് വാപ്പ മരിച്ചു. പിന്നെ ഒരു അമ്മാവനായിരുന്നു അവലംബം, ഉമ്മായിയുടെ സഹോദരൻ. ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അയാളും മരിച്ചു, പെട്ടെന്ന് മരിച്ചു, ഒരു അപകടത്തിൽ. പിന്നെ എൻ്റെ കൂട്ടുകാരനായ അയാൾക്ക് എല്ലാ വഴിയും മുട്ടി എന്ന് പറയാം. അങ്ങനെ അദ്ദേഹം നാടൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അവിടുന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ കോട്ടക്കലെത്തുമ്പോൾ, ഞാൻ വണ്ടിയിൽ തന്നെയാണ്, ഇയാളെ ഞാൻ കണ്ടു. അപ്പം 2 കാളകൾ മുന്നിലുണ്ട്.
ഇയാൾ അതിനെ തെളിച്ചു കൊണ്ടുപോവാ. അപ്പം എന്താ, കന്നൂട്ട് പണിയാണ്, കൃഷിപ്പണിയാണ് അന്ന് അയാൾക്കുള്ളത്. അപ്പോൾ എടുത്താൻ കഴിഞ്ഞില്ല. ഞാൻ അയാളുമായി കാറിൽ നിന്ന് മുഖത്തേക്ക് നോക്കി കണ്ടല്ലോ. അപ്പം അയാൾ, ഞാൻ കാറ് സീഡാക്കി, അദ്ദേഹം എൻ്റെ വന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത്. നിങ്ങളെ അള്ളാഹു ഇങ്ങനെയാക്കി എന്നോട് പറഞ്ഞു. തൊട്ട് പിന്നിൽ അയാൾ പറഞ്ഞു, അള്ളാഹു എന്നെ ഇങ്ങനെയും ആക്കിയുണ്ടോ. അപ്പം അയാൾ അന്ന് ഏത് രംഗത്ത് വന്നാലും ഒന്നാം സ്ഥാനം എത്തിച്ചിരുന്ന അദ്ദേഹം ഇപ്പം കന്നുകൂട്ടു ജോലിയിലാണ് എന്ന് ഞാൻ നോക്കിക്കാണില്ലേ. അപ്പം അദ്ദേഹത്തിന് കൂട്ടുകാരൻ ഇത് കണ്ടു എന്നൊരു വിഷമം ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഇതൊക്കെ സാധാരണയാണ്. അതുകൊണ്ട് നമ്മളിൽ പലരുടെയും പല തരത്തിലുള്ള കഴിവുകൾ അത് പരിപോഷിപ്പിച്ചെടുക്കാൻ വലിയ ഒരു സംഗതിയാണ് നമ്മുടെ ഈ പരിപാടി. നമ്മുടെ ഈ രാജ്യം തന്നെ നല്ല നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ കാലടിയും വെക്കേണ്ടത് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നാം വിജയങ്ങളിലേക്ക് എത്താൻ നമുക്ക് കഴിയും എന്ന ഒരു ധൈര്യത്തോടെ പ്രവർത്തിക്കണമെങ്കിലും നമുക്ക് ഒരാത്മധൈര്യം വേണം. എവിടെയും അങ്ങനെയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഒരു വലിയ മഹാരാജ്യമാണ്. കുറേ ഭാഗങ്ങളൊക്കെ പല പേരിലുമായി പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇന്നും ഒരു വിശാലമായ രാജ്യമാണ് ഇന്ത്യ രാജ്യം. മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന് വേറെ ഒരു പ്രത്യേകതയുമുണ്ട്. അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ച് ആ മനുഷ്യനെ ആദ്യമായി ഇറക്കിയത് ഇന്ത്യയിലാണ്. നസല ആദമു ഫിൽ ഹിന്ദ് വഹജ്ജ മിൻഹു 40 ഹജ്ജത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അറിയിച്ച ഒരു ഹദീസ് ആണ്, നബി വചനമാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത്. ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ ഇറങ്ങി. അങ്ങനെ ഹജ്ജ മിൻഹു, ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോയി. എത്ര ഹജ്ജ്? 40 ഹജ്ജ്, 40 ഹജ്ജ്. 40 ഹജ്ജിന് ഇന്ത്യയിൽ നിന്ന് ആ കാലത്ത് ആദം നബി അലൈഹിസ്സലാം പോയെന്നും ഹദീസ്. ആദം നബി അലൈഹിസ്സലാം അന്നത്തെ ആദം എന്ന് പറഞ്ഞാൽ വലുപ്പത്തിലും തടിയിലും ഒക്കെ ഇന്നത്തെ മനുഷ്യരെ അപേക്ഷിച്ച് വലിയ കൂടുതൽ ഉള്ളവരാ. അവരുടെ ശരീരം അത്രയും ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ശരീരം. അപ്പോൾ ഒരു കാലടി വെച്ചാൽ തന്നെ നമ്മൾ കുറേ നടക്കേണ്ട ഭാഗം ആ ഒറ്റ അടിയിൽ ഉണ്ടാവും. ഒരു അടി ഇവിടെ വെച്ചാൽ രണ്ടാമത്തെ അടി കുറേ അപ്പുറത്താണ് വെക്കുന്നത്. ആ നിലക്ക് നീളമുള്ള, ആരോഗ്യമുള്ള
എല്ലാ നിലക്കും ശക്തിയുള്ള ശരീരങ്ങളായി. അപ്പം അന്ന് അതത്ര നടക്കാത്തൊരു സംഗതിയല്ലല്ലോ. 40 വട്ടം ഹജ്ജിന് പോയി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അന്നത്തെ നടത്തവും നമുക്കെന്നറിയാം. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും വന്നപ്പോൾ ആർക്കും നടക്കാൻ കഴിയില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നു, എൻ്റെ പിതാവൊക്കെ മലപ്പുറത്തേക്ക് ബസ്സിനോ അങ്ങനെ എന്തെങ്കിലും വാഹനങ്ങൾക്കോ പോകാറേ ഇല്ല. മലപ്പുറം ഇവിടെ ഇല്ലേറി നടക്കല. മലപ്പുറത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടും നടക്കും. അപ്പം അന്ന് സർവ്വാടുകളും പോകേണ്ട സ്ഥലത്തേക്കൊക്കെ നടന്നു പോവുക. നമ്മൾ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എപ്പോഴും വാഹനം കിട്ടുന്നതുകൊണ്ട് വാഹനം കാത്തു നിൽക്കും. അപ്പം ആ കാലത്ത് ഇവിടുന്ന് 40 പ്രാവശ്യം ഹജ്ജിന് പോയി എന്ന് പറഞ്ഞത് സത്യസന്ധമായ സംഗതിയാണ്. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് സ്വഹീഹായ ഹദീസും ആണ്. ഇനി മൂന്നാമത്തെ ഒരു വിശേഷവും ഉണ്ട്. ഹവ്വാ റളിയല്ലാഹു തആല അൻഹ ആദം നബിയെ ഇന്ത്യയിൽ ഇറക്കിയപ്പോൾ ഹവ്വാ ബീവിയെ അള്ളാഹു ഇറക്കിയത് ജിദ്ദയിലാണ്. ജിദ്ദ എന്ന സ്ഥലത്തിന് ജദ്ദ എന്നും പറയും. ജിദ്ദ എന്നയും ജദ്ദ എന്നയും പ്രയോഗം ഉമ്മാമ എന്നർത്ഥം. അപ്പൊ നമ്മുടെയൊക്കെ ഒരു ഉമ്മാമയാണ് ബഹുമാനപ്പെട്ട മഹദി അവറുകൾ, ഹവ്വാ ബീവി റളിയല്ലാഹു തആല. അവർ രണ്ടുപേരും ഹജ്ജിന് വേണ്ടി മക്കയിൽ വന്നു. അങ്ങനെ മക്കയിൽ നിന്ന് ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട അറഫയിൽ നിൽക്കുന്നത് വേണ്ടി രണ്ടാളും എത്തിയപ്പോൾ രണ്ടാളും അവിടുന്ന് കണ്ടറിഞ്ഞു. അതുകൊണ്ടാണ് അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ്. അതുകൊണ്ട് ആ രാജ്യത്തിന് ഇന്നും അറഫ എന്നാണ് പറയാറുള്ളത്. അപ്പം ഇങ്ങനെ അതിൻ്റെ ചരിത്രങ്ങൾ, പണ്ടുകാലം മുതലേ ഉള്ള ചരിത്രങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധം ഹദീസുകളിൽ പലപ്പോഴായി പറഞ്ഞു വച്ചിട്ടുണ്ട്. അതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നോക്കിയാലും ലോക ചരിത്രങ്ങൾ സമ്പൂർണമായി പറയുന്ന വലിയ വലിയ ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ നോക്കിയാലും കാണാൻ കഴിയും. ലോകോൽപത്തി മുതൽ ഉള്ള ചരിത്രങ്ങൾ, ആ ഗ്രന്ഥം രചിച്ച ആളുടെ കാലം വരെയുള്ള സർവകാര്യങ്ങളും വിശദമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ. അൽ ബിദായത്തു വന്നിഹായ എന്ന 16 വാല്യങ്ങളുള്ള ആ മഹൽ ഗ്രന്ഥം, അതേപോലെ അതിനേക്കാളും വലിയ ഗ്രന്ഥങ്ങളും ഉണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ ചരിത്രം അത് ശരിയായ സനദ് വഴിക്ക് എഴുതി സൂക്ഷിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങളൊക്കെ ഇതിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് പഴയ ഇന്ത്യയിൽ നിന്ന് ഇന്ന് കുറേ ഭാഗം പോയി, പല ഭാഗങ്ങളായി
വേറെ രാഷ്ട്രങ്ങളായി അത് മാറുകയാണ്. ആ കാലത്തുള്ള ഇന്ത്യയുടെ പരിധിയിൽപ്പെട്ട സ്ഥലമാണ് ഇന്നിപ്പോൾ വേറെ ഒരു രാജ്യമായി പറയപ്പെടുന്ന ബംഗ്ലാദേശ്, അതേപോലെ സിലോൺ, പണ്ട് പറയുന്ന പാകിസ്ഥാൻ, അതൊക്കെ വിശാലമായ ഇന്ത്യയുടെ പരിധിയിൽപ്പെട്ടതാണ്. ഇന്നിപ്പോൾ അതൊക്കെ വേറെ വേറെ രാഷ്ട്രങ്ങളായി പോയി. ഇപ്പം നിൽക്കുന്ന ഇന്ത്യയും വളരെ വിശാലമാണ്. ഇത് നമ്മുടെ രാജ്യമാണ്, അവകാശവാദം അല്ല. ഇനി പുതിയ സംവിധാനം അനുസരിച്ച് എല്ലാവർക്കും ശാന്തമായി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ രാജ്യമാണ്. നമ്മുടെ ഈ രാജ്യത്ത് കുഴപ്പത്തിന് ആവശ്യമില്ല. കുഴപ്പവും കലഹവും ഉണ്ടാക്കുന്നവർ അതിൻ്റെ പേരിലും ചില തട്ടിപ്പുകൾ അവർ നടത്തുന്നു. അതിനു വേണ്ടിയാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. വേറെ ആർക്കാണ് ഈ കുഴപ്പത്തിൻ്റെ ആവശ്യം? ഇന്ത്യ രാജ്യം എല്ലാവരും സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബുദ്ധമതക്കാരും ജൈനമതക്കാരും ക്രിസ്തുമതക്കാരും ജൂതമതസ്ഥരും തീ ആരാധിക്കുന്ന മജൂസിയ എന്ന് പറയുന്ന ഒരു ഭാഗവും, ഇനി ഏതെല്ലാം വിധത്തിലുള്ള ദൈവസങ്കല്പങ്ങളുണ്ടോ അതിനൊക്കെ ആരാധിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഭാഗം ജനങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. ആർക്കും ആരെക്കൊണ്ടും പ്രയാസമില്ല, പ്രയാസമാകേണ്ട ആവശ്യവുമില്ല. എനിക്കെൻ്റെ വിശ്വാസം, എൻ്റെ കർമ്മം, എൻ്റെ ജീവിത രീതി, അതൊക്കെ ഞാൻ നേരത്തെ എങ്ങനെ ജീവിച്ചു പോന്നു, എങ്ങനെയൊക്കെ വിശ്വസിച്ചു പോന്നു, എന്തൊക്കെയൊക്കെ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും നാം ചെയ്തിരുന്നു, അതൊക്കെ അതേപോലെ ചെയ്തു പോകാൻ നമുക്ക് അവകാശമുണ്ട്. ഹിന്ദുവിൻ്റെ ആശയം ആദർശം അനുസരിച്ച് പോകാനും ക്രിസ്ത്യാനിയുടെയും അങ്ങനെ ഓരോ മതസ്ഥർക്കും ആ മതസ്ഥരുടെ രീതി അനുസരിച്ചൊക്കെ പ്രവർത്തിക്കാനും ആ നടപടികളൊക്കെ ഒരാളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുവരാനും ഇതൊക്കെ വരും തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അതിലേക്ക് ജനങ്ങളെ കൂടുതൽ കൂടുതൽ കൂട്ടുന്നതിന് വേണ്ടി നല്ല നല്ല പ്രസംഗങ്ങൾക്ക് നടത്തി അവരതിലേക്ക് വഴികൾ കൂട്ടാനും ഒന്നും തടസ്സമില്ല. അങ്ങനത്തെ ഒരു രാജ്യമാണ് ഈ രാജ്യം. ഇവിടെ ചിലർ പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങളെ നിരാശരാക്കുകയാണ്. അവർ പറയുന്നത് ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല. ഇവിടെ നമ്മൾ ആയുധപ്പയറ്റൊക്കെ പഠിച്ച് അങ്ങനെ നേരിടേണ്ടവരോട് ആ നിരക്ക് നേരിട്ട് ഇന്ത്യ രാജ്യം സുദൃഢമാക്കണം. അതിനോട് ജനങ്ങളെ വരൂ, നമുക്കിവിടെ ബദറും ഉഹദും ഒക്കെ ഇവിടെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ നേരായ വഴിയിലൂടെ സമാധാനപരമായി നീങ്ങുമ്പോൾ അവിടെ കുഴപ്പമുണ്ടാക്കി, കലഹവും സ്പർദ്ധയും ഉണ്ടാക്കി, നമുക്കൊന്നും ഓർക്കാൻ കഴിയാത്ത സംഗതികൾ ദൈനംദിന വിഷയമായി മാറുകയാണ്. ഈ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്നതും
ഇന്നത്തെ ഈ വിദ്യാർത്ഥി വിഭാഗം കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ചെറുപ്പക്കാരെയാണ് അധികവും ആ വഴിയിലേക്ക് വലവീശി തട്ടിക്കൊണ്ടുപോവുക. അതുകൊണ്ട് നാം നമ്മുടെ സമാധാനം ജനങ്ങൾ തമ്മിലും നാട്ടിൽ ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായും അതേപോലെ നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും നേതൃത്വം തരുന്നവരുമായും നാട്ടിലെല്ലാ നേതൃരംഗത്തും പ്രവർത്തിക്കുന്നവരുമായും ഒക്കെ സൗഹൃദ നിരയിൽ പോയെങ്കിലേ ഏത് രാജ്യത്തും നമുക്ക് ഉയർന്ന് വളർന്നു പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ രാജ്യം അതിന് പറ്റിയ രാജ്യമാണ്. ആരെന്തൊക്കെ കുറ്റം തെറ്റൊക്കെ പറഞ്ഞാലും ദൂരത്ത് നോക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷേ അടുത്തറിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ സുഖം വേറൊരു രാജ്യത്ത് ഇല്ലെന്ന് പറയാം, അല്ലെങ്കിൽ ആപേക്ഷികമായി കുറവാണെന്ന് പറയാം. നമുക്കിവിടെ നിങ്ങൾ നോക്കൂ, നമ്മുടെ നേതൃത്വത്തിൽ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹായ സുലൈമാൻ ഉസ്താദ് റഈസുൽ ഉലമ അവർക്കാണ് പ്രസിഡന്റ്. സുൽത്താനുൽ ഉലമ AP ഉസ്താദാണ് ജനറൽ സെക്രട്ടറി. അവരെ കീഴിൽ പ്രവർത്തിക്കുന്ന വലിയ വലിയ സാദാത്യങ്ങളും ആലിമീങ്ങളും ചേർന്ന ഒരു മഹാ സംഘടന, ഉലമാ സംഘടനയാണ് സമസ്ത ജമിയത്തുൽ. ആ സംഘടനയോട് വെല്ലാൻ പറ്റുന്ന ഒരു സംഘടന വേറെ നമ്മൾ കാണുന്നില്ല. ആ സംഘടനയുടെ പ്രവർത്തനം ഇവിടെ എത്ര നല്ല രീതിയിൽ നടക്കുന്നു. ആ സമസ്തയുടെ സമ്മേളനങ്ങൾ വരെ, സ്റ്റേറ്റ് സമ്മേളനം വരെ ഇവിടെ നടക്കുന്നില്ലേ? അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒന്നാകെ ഉള്ള ആലിമ്യങ്ങളെ ഒരുമിച്ച് കൂട്ടിയുള്ള പരിപാടികൾ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് നടക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ അയൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയുന്ന മറ്റ് രാജ്യങ്ങൾ, അവിടെയൊന്നും ഈ പരിപാടിയില്ല. ഒരുപക്ഷെ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ വരെ ഇതവിടെ കാണാൻ കഴിയില്ല. കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിയമവിരുദ്ധമാണ്. ഇപ്പം സൗദി അറേബ്യയിൽ ആലിമീങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ഉലമാ സമ്മേളനം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നടക്കാൻ പറ്റുമോ? ആ പേരിൽ പറ്റില്ല. അതൊക്കെ ഒരു രാജ്യത്തിൻ്റെ നിയമവും ഭരണഘടനയും ഒക്കെ അനുസരിച്ച് മാത്രമേ പറ്റുള്ളൂ. നമ്മളെ ഇന്ത്യ രാജ്യത്ത് അങ്ങനെയൊക്കെ ഒരു കാര്യം നടക്കുമ്പോൾ ഒരാൾക്ക് അങ്ങാടിയിൽ, ഇവിടെ നമ്മുടെ ഈ അങ്ങാടി ഇടംപാറ, ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയ സമയത്ത് ഒരാൾക്ക് സ്വന്തമായി അവിടെ നിന്ന് പ്രസംഗിക്കാം, അയാളെ ആശയം പറയാം. പക്ഷേ മൈക്കും വയ്ക്കാൻ പറ്റില്ല. അപ്പം ഒരു പെർമിറ്റ് വേണം. ഒരു ഉസ്താദ് പള്ളിയിൽ വെച്ച് പ്രസംഗിക്കുകയാണ്, പള്ളിയിലെ മൈക്ക് ഉപയോഗിച്ചിട്ട്, എന്നാൽ പെർമിറ്റും വേണ്ട. ഇതൊക്കെ അല്ലേ നമ്മൾ രാജ്യത്തെ സ്ഥിതി? അത് മതി അവിടെ. ഇവിടെ ഒരു കുട്ടിക്ക് വെള്ളിയാഴ്ച ഒരു പ്രസംഗം നടത്താൻ പള്ളിയിൽ എന്ന് വന്നാൽ പള്ളിയിലെ മാധ്യനോട് ചോദിക്കണം, പറഞ്ഞ വെള്ളിയാഴ്ച എനിക്കൊന്ന് പ്രസംഗിക്കാൻ ഇവിടെ സൗകര്യമുണ്ടോ? അയാൾ പറയാം, വേറെ ഒരാൾ വന്ന് ഡേറ്റൊക്കെ തന്ന് പോയതാണ്, അതുകൊണ്ട് പിറ്റത്തെ വെള്ളിയാഴ്ച നോക്കാം. അത്രയേ ഉള്ളൂ. അതേ സ്ഥാനത്ത് നിങ്ങൾ UAE പോയി
അവിടെ ചെന്നിട്ട് നിനക്കൊരു പള്ളിയിൽ പ്രസംഗം വേണം തോന്നിയാൽ അവിടെ പ്രസംഗിക്കാൻ പറ്റില്ല. പിന്നെയോ വഖഫ് ബോർഡിൽ അപേക്ഷ എഴുതി കൊടുക്കണം. എന്നിട്ട് അവർ നിന്നെ വിളിക്കും. നിങ്ങൾക്ക് പ്രസംഗത്തിന് വേണ്ടി അനുമതി തരണമെങ്കിൽ നിങ്ങൾക്കൊരു പരീക്ഷയുണ്ട്, അത് എഴുതണം, അല്ലെങ്കിൽ ആ പരീക്ഷയിൽ പങ്കെടുക്കണം. അതിന് അവർ ഡേറ്റ് തരും. അപ്പം നമ്മൾ പരീക്ഷയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയാൽ ഒരു വ്യക്തിയെ മാത്രം പരീക്ഷിക്കുന്ന പരീക്ഷയാണ്. അപ്പം ചെല്ലുമ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ 5 ആളുണ്ട് ആ റൂമിൽ. ഒരാൾ സ്റ്റേജിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ 2 സൈഡിലും ഈ 2 ആളുകൾ വീതം ഉണ്ടോ. ആ ഭാഗത്ത് 2 ആളുണ്ട്, ഈ ഭാഗത്തും 2 ആളുണ്ട്. പരീക്ഷിക്കപ്പെടുന്ന ആള് ഈ മുദീറിൻ്റെ നേരെ ഓപ്പോസിറ്റിലൂടെ ഇരിക്കും. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. 25-30 മിനിറ്റ് സമയത്തോളം ചോദിക്കും. ആ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ മറുപടി കൊടുത്താൽ പരീക്ഷയിൽ പാസ്സായി. അപ്പോൾ നിനക്ക് നീ ആവശ്യപ്പെട്ട പള്ളിയിൽ അവർ നിർദ്ദേശിക്കുന്ന സമയത്ത് പ്രസംഗിക്കാനുള്ള അനുമതി തരും. ലാ മാനിഅ ലദൈന മിൻ അൻ യുൽഖിയ ഫുലാൻ. അപ്പം എൻ്റെ പേരാണ്, എൻ്റെ ഏതിലേക്കും മിൻ അൻ യുൽഖിയ ശൈഖു അബ്ദുൽ ഖാദിർ അൽ മുഹാദറത്ത ദീനിയത്ത ഫി മസ്ജിദി ജമാൽ ഫാത്തിമ. അപ്പം ആ ജമാൽ ഫാത്തിമ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയിലാണ് ഞാൻ പ്രസംഗത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തത്. ആ പരീക്ഷ പൂർത്തിയായതിനു ശേഷം എനിക്ക് തന്ന കടലാസിൽ അങ്ങനെയുണ്ട്, നിങ്ങൾ ആ പള്ളിയിൽ പ്രസംഗിക്കുന്നതിന് നമുക്ക് തടസ്സമല്ല, പക്ഷേ ബിശർത്തി അല്ലാത്ത തഅറള, നിങ്ങൾ പരാമർശിക്കാൻ പാടില്ല. എന്ത് ലിസിയാസിയാത്തി, ഭരണപരമായ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും നിങ്ങളെ പ്രസംഗത്തിൽ വരാൻ പാടില്ല. പിന്നെ പറഞ്ഞു ഒലാലിൽ ഖിലാഫിയാത്തി, തർക്കവിഷയങ്ങളും പറയണ്ട. മുജാഹിദ് അങ്ങനെയാണ്, ജമായത്ത് ഇങ്ങനെയാണ്, തെവല് മറ്റേ ചേർക്കാണ്, അങ്ങനൊന്നും അവിടെ പറയാൻ പാടില്ല. പിന്നെയോ ഒല ജമ്മില്ലിത്ത ബറുഅത്തി, പിരിവെടുക്കാനും പാടില്ല. ആകെ പോണത് തന്നെ ആ പിരിവിൻ്റെ ആവശ്യത്തിനാണ്. പക്ഷെ അവർ പറയുന്നത് പാടില്ല. പാടില്ല എന്ന് പറഞ്ഞ് പോവല്ല. ചിലപ്പോൾ CID നിർത്തിക്കാണും. അവർ ലായറിൽ നോക്കിയാൽ നമുക്ക് ആരാന്നും അറിയില്ല. പിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വരും ചിലപ്പോൾ. അത്ര പ്രശ്നമാണ്. ഇവിടെ ഇപ്പോൾ വയലു പറഞ്ഞു, പ്രസംഗം നടത്തി, പിരിവെടുത്തു, എന്തെടുത്താലും പ്രശ്നമില്ല. അല്ല ഇന്ത്യ രാജ്യത്തുള്ള സുഖം, എന്തിനും പ്രശ്നമില്ല. ഇന്നിപ്പോൾ നമ്മളെ എല്ലാ സംഘടനകളും ആ സംഘടനയുടെ ഏത് പ്രകാരം നേതൃത്വം പറഞ്ഞ പ്രകാരമുള്ള എല്ലാ പ്രവർത്തനവും നമ്മളെ ഇന്ത്യ രാജ്യത്ത് നടത്താൻ കഴിയും. വേറെ എതിരേറ്റാൻ കഴിയാം. അപ്പോൾ കുറേ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടാവും. ഞാൻ നമ്മൾ നിരാശ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകേണ്ട അവസ്ഥ വരെ എത്ര പേരെ ചെറുപ്പമെന്ന് നമ്മൾ രാജ്യം വിടേണ്ടി വരും. എത്ര കാലമായി ഇപ്പോൾ മനുഷ്യർ ഇറങ്ങിയത് തന്നെ ഇന്ത്യയിലാന്ന് പറയുമ്പോൾ, ഇന്ത്യയിലെ മനുഷ്യന്മാരുടെ ജീവിതം എത്ര കൊല്ലം മുമ്പ്, അന്ന് ആ വന്ന പ്രവാചകന്മാരൊക്കെ അനുസരിച്ച് ജീവിച്ച മുഅ്മിനീങ്ങളായ ആളുകൾ എത്ര കാലം ഇവിടെ ജീവിച്ചു പോന്നു. ആ മുസ്ലിമീങ്ങളെ കൊണ്ട് മറ്റുള്ളവരെ കാരണം കൊണ്ട് മുസ്ലിങ്ങൾക്കോ ഒരു പ്രയാസം ഉണ്ടായില്ല. സമാധാനപരമായി
വളരെ ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിച്ച ജനങ്ങളാ. ഒരു സ്ഥലം നമ്മുടെ ഈ പ്രാസ്ഥാനിക പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു സ്ഥലത്ത് വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ നാട്ടിലെ ഒരു അപ്പു അച്ഛൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹിന്ദു സഹോദരനുണ്ട്. നല്ല മനുഷ്യനാണ്. അയാളിപ്പോൾ ഒരുപാട് വയസ്സ് ജീവിച്ച പടുത്ത മരിച്ച്. ഞാൻ അന്ന് അവിടുന്ന് നേരിൽ അനുഭവിച്ചൊരു സംഗതി ഞാൻ പറഞ്ഞത്. അപ്പം അന്ന് ഈ സുന്നികൾ രണ്ട് വിഭാഗം തർക്കത്തരും കുഴപ്പത്തരും കൊച്ചറിയിലൊക്കെ ആകുമ്പോൾ ജുമഅക്ക് വരെ ബാധിക്കുമോ എന്ന് തോന്നി. അപ്പം ചില ആളുകൾ അപ്പോയിൻറ്റ് അച്ഛൻ്റെ അടുത്ത് പോയി, നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ ഞങ്ങളവിടെ കൂടിയാൽ തല്ല് നടക്കും, അക്രമം നടക്കും എന്ന് ഞങ്ങൾ സംശയിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എപ്പോഴാണ് നിങ്ങളെ നിസ്കാരം? ഞങ്ങൾ 12 മണിയൊക്കെ ആകുമ്പോഴേക്ക് ആളുകൾ വരാൻ തുടങ്ങും. 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങ് പള്ളിക്കുള്ളാവും. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എന്നാൽ ഞാൻ കൃത്യം 11 മണിക്കോടെത്താം, എനിക്കൊരു ചെയർ അവിടെ മുറ്റത്തിട്ടാൽ മതി, ഞാൻ അവിടെ ഇരുന്നുണ്ട്. ആളുകൾ വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പോയിൻ്റെ ശേഷം ഞാൻ പോരുള്ളൂ. കാരണം അപ്പച്ചൻ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ഒരു കുഴപ്പം ആരും ഉണ്ടാക്കില്ല. അങ്ങനെ അദ്ദേഹം നമ്മുടെ അവിടെ പള്ളിയിൽ വന്ന് അത്ര നേരം ഇരുന്നിട്ടാണ് പോയത്. മുസ്ലിങ്ങളുടെ നിസ്കാരം ഒരു കുഴപ്പവും ഇല്ലാത്ത നിലക്ക് നടക്കട്ടെ. അതിനു വേണ്ടി അദ്ദേഹം സ്വന്തം അവിടെ വന്ന് അത്ര നേരം ഇരുന്ന് ജുമഅക്ക് കൂടി. അവിടുത്തെ പള്ളിയിൽ ജുമഅ ചെയ്യാൻ മുറ്റത്തിരുന്ന് ഓർത്തോ. എന്നല്ലാതെ എൻ്റെ പ്രശ്നം കേട്ടുകൊണ്ട് ഏപ്പിക്കാരെ ജുമഅയിൽ ഇങ്ങനെ ഒരു നായരും ഉണ്ടായിരുന്നു എന്ന് നിസ്കാരാക്കണ്ട. അതൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹം പോയത്. അപ്പം എന്തിനാ? നാട്ടിൽ സമാധാനത്തോടെ എല്ലാവരും ജീവിക്കണം. അദ്ദേഹത്തിൻ്റെയും പ്രത്യാശയാണ്. ഈ രീതിയിലാണ് ഇന്ത്യ രാജ്യത്ത് പണ്ട് മുതൽ ഇന്ന് വരെ. ഇനി വേറൊന്നും പറഞ്ഞാൽ, ഞാനിപ്പോൾ നാളെ സ്റ്റേറ്റിൻ്റെ SSFൻ്റെ പരിപാടിയിൽ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പിന്നെ വന്നത് ഞാൻ മോഡിൻ്റെ ആളാണ് എന്നൊക്കെയാണ്. ഞാനിതും അവിടെയും ഇവിടെയും പറയാണ്, മോഡിയാണ് ഇപ്പം പ്രധാനമന്ത്രി. പക്ഷേ മോഡി ഭരിച്ചു ഇപ്പോൾ കുറച്ചു കാലമായി, ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. മോഡിയുടെ മുമ്പ് എത്ര ആളുകൾ ഭരിച്ചു, എത്ര രീതിക്കാർ ഭരിച്ചു. പണ്ട് കാലത്ത് ഇന്ത്യ രാജ്യം ഭരിച്ച ഉസ്ബെക്കിസ്ഥാനിലെ മുഗളന്മാർ, മുഗൾ ചക്രവർത്തിമാർ, അവർക്ക് മുസ്ലിങ്ങളാണ്, അവർ ഭരിച്ചു. ഒരു 800 വർഷത്തോളം ഭരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്ന പോലെ ഇവിടെ ക്രിസ്ത്യൻസ് ഭരിച്ചു, ഹിന്ദുക്കൾ ഭരിച്ചു, വിവിധ തരത്തിലുള്ള മതക്കാരും സംസാരക്കാരും ഭാഷക്കാരും ഒക്കെ വ്യത്യസ്തമാണ്. അവരൊക്കെ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ആ ഭരിച്ച കാലത്തും ഒന്നാകെ ബഹളവും കുഴപ്പവും നടന്ന് മനുഷ്യരത്തങ്ങനെ പുഴയായിട്ട് ഒഴുകിപ്പോയിട്ടൊന്നുമില്ല. വളരെ സമാധാനത്തോടെ ജീവിച്ചില്ലേ. അപ്പം അതിലൊരു പ്രത്യേകത ഞാൻ പറയുന്നത്, നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഇന്നും നമ്മുടെ ആശയം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പ്രയാസമില്ല.
ഒരു ഹിന്ദുവിന് അയാളുടെ ആശയം അനുസരിച്ച് ജീവിക്കാനും പ്രയാസമില്ല. ക്രിസ്ത്യാനിക്ക് ക്രിസ്തുമതക്കാരനായി ജീവിക്കാനും പ്രയാസമല്ല. ആരും അയാളെ പ്രയാസപ്പെടുത്തൂല. ഇവിടെ പല തരത്തിലുള്ള വിശ്വാസം അനുസരിച്ചുള്ള മഅബദുകൾ, ആരാധനാലയങ്ങൾ നടക്കുന്നില്ലേ? മുസ്ലിം പള്ളികൾ, ഹിന്ദുക്കൾ നടത്തുന്ന അവരുടെ അമ്പലങ്ങൾ, ക്രിസ്ത്യൻ ചർച്ചുകൾ, ഇതൊക്കെ നടക്കുന്നു. തീ ആരാധിക്കുന്നവർ, മജൂസി, അവർ വരെ ഇവിടെയും ഉണ്ട്. അപ്പോൾ എല്ലാ മതസ്ഥർക്കും അവരുടെ മത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംഗതികളൊക്കെ അനുസരിച്ച് ജീവിക്കാം. പിന്നെ എവിടെയാണ് പ്രശ്നം? പിന്നെ എന്തിന് പ്രശ്നം ഉണ്ടാക്കുന്നു? അപ്പോൾ വല്ലപ്പോഴും വല്ല രീതിയിലും ഇസ്ലാമിനെ മോശപ്പെടുത്തുന്ന രീതിയിൽ വല്ല സമീപനം ഉണ്ടെന്ന് മുസ്ലിങ്ങൾക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ ആ തോന്നൽ ഹിന്ദുക്കൾക്ക് വന്നാൽ, അല്ലെങ്കിൽ അതേപോലെ മറ്റ് ഏതെങ്കിലും മതസ്ഥർക്ക് വന്നാൽ, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന എഴുതിയപ്പോൾ അങ്ങനെ വന്നാൽ അവർ എന്ത് ചെയ്യണം? ഇവിടെ കുഴപ്പം ഉണ്ടാകാൻ വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട. അതിനുള്ള വഴി നമ്മുടെ ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ട്. ആ നിർദ്ദേശപ്രകാരം നമുക്ക് പ്രവർത്തിക്കാമല്ലോ. മഹാനായ സുൽത്താനുൽ എപ്പോഴും എവിടെ നിന്നും പ്രസംഗിക്കുന്നത് അതാണ്. നാം സമാധാനകാംക്ഷികളാണ്. നമ്മുടെ പ്രവർത്തനം ഒരിക്കലും സമാധാനരഹിതമാകരുത്. നാം പ്രക്ഷോഭമുണ്ടാക്കുന്നു, സമരമുണ്ടാക്കുന്നു ഒക്കെ സമാധാനത്തിലായിരിക്കും. ഈ സമാധാനം കൈവിടാതെയാണ് നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ നാം തയ്യാറാകേണ്ടത്. കുഴപ്പമുണ്ടാക്കിയല്ല. അതൊന്നും ശാശ്വതമായി നിൽക്കുന്ന ഒരു വഴിയല്ല. ഒക്കെ അപ്പത്തെ താൽക്കാലികം. ചിലപ്പോൾ ജയിച്ചെന്ന് വരും, ചിലപ്പോൾ എന്നേക്കുമായി തോറ്റുപോയെന്ന് വരും. അപ്പം അതൊന്നും നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിന് മാർഗതടസ്സമില്ലാതെ പോകാൻ പറ്റിയ വഴിയല്ല. സമാധാനപരമായി നമുക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാം എന്നല്ല, നാം ജീവിക്കണം. കാരണം ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനം അത്ര വലിയ പ്രവർത്തനം. ഇത് വേറെ രാജ്യങ്ങളിൽ നമുക്കങ്ങനെ നടത്താനൊരു പക്ഷേ സൗകര്യം തന്നെ കിട്ടില്ല എന്നാണ് ഇന്ന് നമ്മൾ ആ ലോകങ്ങളിലൊക്കെ പോയി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ രാജ്യം വിട്ടു പോയി നോക്കണം. സൗദി അറേബ്യയിലും ഖത്തറിലും കുവൈത്തിലും അതൊക്കെ നമ്മൾ സാധാരണ പോകുന്ന രാജ്യങ്ങളാണ്. അതിൻ്റെ അപ്പുറത്ത് തുർക്കിയിലും എന്ന പോലെ തന്നെ തുർക്കിൻ്റെ സമീപത്തുള്ള മറ്റൊരു രാജ്യമുണ്ട്. അവിടെയും ഉസ്ബെക്കിസ്ഥാനിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വിനീതനായി ഞാനും പോയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ രാജ്യം അപേക്ഷിക്കുമ്പോൾ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, ഇന്ത്യ രാജ്യത്തിൻ്റെ ആ മഹത്വം അവിടെയൊന്നും ഇല്ല എന്ന് പറയാം. നമുക്ക് ഇസ്ലാമിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന പ്രവർത്തനം, എന്തും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം സൗദി അറേബ്യയിലുണ്ടോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണം അറിയാത്ത ഒരു സംഗതിയും പറ്റില്ല. ഒക്കെ ഭരണത്തിൽ നിന്ന് അനുമതി വാങ്ങിയിട്ട്. നമുക്കിവിടെ പള്ളിയിൽ വെച്ച് എന്ത് പരിപാടി നടത്തുമ്പോഴും പള്ളിയിലെ മയക്ക് ഉപയോഗിച്ചാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പുറത്ത് വെച്ച് നടത്തുമ്പോൾ നമ്മളെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പെർമിറ്റ് വേണം. അത് ഇത്ര പണിയുള്ള സംഗതി അതുമല്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇഷ്ടം പോലെ ഒക്കെ ചെയ്യാം. വേറൊരു രാജ്യത്തേക്ക് കടന്നാൽ ഇതൊന്നും അവിടെ നോക്കൂല. അപ്പം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഭരിച്ചിട്ടും
അത് ഇവിടുന്ന് ഉന്മൂലനം ചെയ്തു പോയിട്ടില്ല. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സോവിയറ്റ് യൂണിയൻ സംഘടിപ്പിച്ച് പോയതിൽ 11 രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഈ പറഞ്ഞ ഉസ്ബെക്കിസ്ഥാൻ. അവിടുത്തെ സ്ഥിതി എന്താ? ഞാൻ അവിടെ ചെന്നപ്പോൾ നേരിട്ട് അവിടുത്തെ ആളുകളായിട്ട് അന്വേഷിച്ചപ്പോൾ ലോക്കൽ ആളുകളല്ല, വലിയ ഉന്നതന്മാരെ സംസാരിച്ചപ്പോൾ 98% ഇവിടെ മുസ്ലിങ്ങളാണ് എന്നവർ നമ്മളോട് പറഞ്ഞു. 2% എല്ലാ മതക്കാരും അവിടെ ഇവിടെയൊക്കെ ഒറ്റം തെറ്റായിട്ടുള്ളതുള്ളൂ. പക്ഷേ എത്ര കാലം മുതൽക്ക് അവരുടെ ഇസ്ലാമിക പാരമ്പര്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് ഉസ്ബെക്കിസ്ഥാനൊക്കെ മുസ്ലിം കരങ്ങളിൽ വന്നതെന്ന് താരീഖ് നിത്താവിൽ ചരിത്ര നിത്താവിൽ കൊണ്ടു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞത് 1300 പരം കൊല്ലം മുമ്പാണ്. അന്ന് മുതൽ ഇന്ന് വരെ മുസ്ലിം രാജ്യമായി പോന്ന ആ രാജ്യം ഇന്ന് വരെ അല്ല, ഞാൻ പറഞ്ഞ ഇന്നലെ വരെ 1916 മുതൽ സോവിയറ്റ് യൂണിയൻ്റെ കയ്യിൽ വന്നപ്പോൾ അതെല്ലാം കൂടിയ ഒറ്റ ഭരണം, എല്ലാ രാഷ്ട്രങ്ങളിലും ഇവരെ ഭരണം. ആ ഭരണം അവർ നടപ്പിലാക്കി. അപ്പോൾ പള്ളികളൊക്കെ വെറുതെ കിടക്കുന്നു. ഒറ്റ പള്ളിയിലും നിസ്കാരമില്ല, ജുമയില്ല, ജമാഅത്തില്ല, തറാവിയില്ല, വിത്തറില്ല, അങ്ങനത്തെ ഒരു സംഗതിയില്ല. എന്നാലോ പള്ളി പൊളിച്ചിട്ടുമില്ല. പിന്നെന്താ അവിടുത്തെ ഗവൺമെൻറ് ഇത്? പള്ളി വലിയ വലിയ ഷോപ്പുകളെ കൊണ്ട് നിറച്ചിരിക്കുക. ഒരു പള്ളിയിലിരിക്കാൻ കിടന്നോ, പള്ളി കാണാൻ പോയതാ, അതിൻ്റെ വാതിൽ മുതൽ മെമ്പർ മെഹ്റാബിൻ്റെത് വരെ ഇങ്ങനെ പാസേജായി കിടക്കുക. 2 ഭാഗത്തും റൂമുകളാണ്, പല തരത്തിലുള്ള കച്ചവടങ്ങൾ. മെഹ്റാബും മെമ്പറൊക്കെ കച്ചവടക്കാരൻ്റെ കയ്യിലാണ്. അപ്പം ആ മെമ്പറും മെഹ്റാബൊന്നും പൊളിച്ചിട്ടില്ല. ആ മെമ്പറിൻ്റെ മേലൊക്കെ ഓരോ സാധനങ്ങൾ വെച്ചിരിക്കണം. സ്റ്റേഷനറി കടയിൽ നമ്മൾ കടന്നുള്ളത് പോലെ. അവിടെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഹിന്ദു മുസ്ലിം എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതസ്ഥർ എന്നോ ഉള്ള വ്യത്യാസമില്ല. ആണ് പെണ്ണ് എന്ന വ്യത്യാസമുണ്ട്. എല്ലാവരും അവിടെ നടക്കും. ഈ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പോയപ്പോൾ ഒരു 2003 തോന്നുന്നു ഞാൻ പോയത്. അങ്ങനെയാണ് ഒരു പ്രശ്നം. എല്ലാവരും ജീവിക്കുന്നു. എന്നാൽ അവരുടെ ഇടയിൽ ഒരു സ്പർദ്ധയും ഒരു കുഴപ്പമൊന്നുമില്ല, അത് വേറെ വിഷയം. പക്ഷേ ഇസ്ലാം എന്നത് ആരുടെ കയ്യിലില്ല. 990 വരെ അങ്ങനെയാണെങ്കിലും 90-ൽ അവർ ഈ ഓരോ രാജ്യങ്ങളും ആ രാജ്യത്തിനെ തന്നെ സ്വന്തമായി ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഇവർക്ക് ഇത്രയും നീണ്ടൊരു കാലം ഇസ്ലാം ഇല്ലാത്തതുകൊണ്ട് ഇസ്ലാമിനെ പറ്റി ആർക്കും പരിചയമില്ല. അപ്പോൾ നാട് തിരിച്ചു കിട്ടിയിട്ടും ആ പള്ളിയിൽ വക്തുകളിൽ നിസ്കാരം നടക്കുന്നില്ല. വളരെ അപൂർവമായി ചില പള്ളികളിൽ നടക്കുന്നു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പണ്ട് കാലത്ത് കൊല ചെയ്ത കൂട്ടർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കഴുത്ത് അവർ വെട്ടിയത്. അന്ന് ചോര ഒന്നാകെ ചിന്തിയില്ലേ. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസാഫ് നോക്കി ഓതുകയായി. ആ മുസാഫിലേക്ക് കണ്ടമാനം രക്തം ഒഴുകിയ കാരണം ആ മുസാഫിൻ്റെ ഫുള്ള് പേജുകളും ചോര പുരണ്ട നിലയിലാണ് ഉള്ളത്. ആ മുസാഫ് ഈ പറഞ്ഞ പള്ളിയിലാണ് നിലനിൽക്കുന്നത്, താഷ്കണ്ടിലാണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമാണ് താഷ്കണ്ട്. വലിയ പള്ളികളും സംഗതിയൊക്കെ ഉണ്ട്.
അവിടെയൊന്നും എന്തില്ല, മുസ്ലിങ്ങൾ ഒന്നും നടക്കുന്നില്ല. താഷ്കണ്ടിലെ പള്ളി വലിയ പള്ളികൾ, ഖേമമായ പള്ളി. ഖഫാലു ശാസി റളിയല്ലാഹു അൻഹു ഇതിൻ്റെ കാലത്തുള്ള പള്ളിയാണ് ആ പള്ളി. ഖഫാലു ശാസി എന്ന് പറയുന്നത് സാഫി ഇമാമിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ്. മൂപ്പര ഖബർ അതിനോട് ചേർന്ന് തൊട്ട് ജാറം അവിടെയാണ്, ആ പള്ളിൻ്റെ ഒരു ഭാഗത്താണ്. പള്ളിയുടെ വടക്ക് ഭാഗം ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ആ രാജ്യങ്ങളിലൊക്കെ അന്ന് കാലത്ത് ഇസ്ലാം നടന്നത്. അന്ന് പോയത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇങ്ങനെ ആരോ കാര്യമെന്ന് മുസ്ലിങ്ങൾ അവരുടേതായ രീതിയിൽ നിന്ന് പുറകോട്ട് പോയി മറ്റുള്ള മതസ്ഥർ അവരുടെ ചടങ്ങും പരിപാടിയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ ഇപ്പം രാജ്യങ്ങളിൽ അതായി 98% മുസ്ലിങ്ങളില്ല. ആ രാജ്യത്ത് മുസ്ലിം ഷാറുകൾ, അടയാളങ്ങൾ വളരെ കുറവ്. അത് നടക്കുന്ന സംഗതിയൊക്കെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മജൂസികളും അവരൊക്കെ ഉണ്ട്. ഇതല്ലേ ആ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത്. ഇറാനിൽ ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, തീ ആരാധനക്കാരുടെ വലിയ കേന്ദ്രം അവിടെയാണ്. അവിടുത്തെ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ ആ തീക്കുണ്ടാരത്തിലേക്ക് എണ്ണയെ നേർച്ചയാക്കുന്നവർ, ആ തീക്കുണ്ടാരത്തിൽ കൊണ്ടുപോയിടാൻ വേണ്ടി ചന്ദനമുട്ടികൾ നേർച്ചയാക്കുന്നവർ, ആ നേർച്ചക്കാർക്ക് ഇതൊക്കെ വീട്ടാനുള്ള സൗകര്യത്തിന് ഇതൊക്കെ അവിടെ കച്ചവടം ചെയ്യുന്നവർ, എല്ലാം സുലഭമാണ്. നോക്കുങ്ങൾ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അവിടെ അപ്പം സൂക്ഷിച്ചു പോകുന്നു. ഇതര മതസ്ഥരും അവരുടെ പ്രസ്ഥാനം വെച്ചുള്ള പ്രവർത്തനങ്ങളും ഒരു നിരാശയും കൂടാതെ നടക്കണം. ഇതെന്താ മുസ്ലിം പറ്റൂലേ? മുസ്ലിങ്ങൾ നൈരാശ്യപ്പെട്ട് ഇനി നമുക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല എന്ന് വെക്കേണ്ട ആവശ്യം എവിടുന്നുണ്ടായി? ആരുണ്ടാക്കി? മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ അവർ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോവുകയാണ്. അതേപോലെ മുസ്ലിങ്ങൾക്ക് അവർക്ക് അവരുടെ ആശയവും ആദർശമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് വീണ്ടും ഉന്മൂലനം ചെയ്യുന്നത് ഇങ്ങനത്തെ ചില മുസ്ലിങ്ങളിൽ പെട്ടവരാണെന്ന് അവകാശപ്പെടുന്നവർ ഈ നൈരാശ്യ പ്രവർത്തനം ഉണ്ടാക്കുകയാണ്. അതിന് കാരണങ്ങളുണ്ടാക്കുകയാണ്. അതൊക്കെ നാം തിരിച്ചറിയണം. SSF വളർന്നു വരുന്ന ഒരു വലിയ വിദ്യാർത്ഥി സമൂഹം നിലക്ക് മറ്റുള്ള വിദ്യാർത്ഥികൾക്കും കൂടി നാം മാതൃകയായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഇനിയും ഇന്ത്യ രാജ്യം ഒരുപാട് ഉയർച്ചയിൽ എത്താൻ ഉണ്ട് എന്ന ആശയം നാം പിടിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കണമെന്നും ആ പ്രവർത്തനത്തൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്നും ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മുടെ സഹോദരങ്ങളായ ധാരാളം ആളുകൾ, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ നമ്മോട് വിട പറഞ്ഞു. വയനാട്ടിൽ നമ്മുടെ പരിപാടി തന്നെ അതിൻ്റെ കാരണം കൊണ്ട് ഒരാഴ്ച നമ്മൾ നീട്ടിയതാ. അവർക്കൊക്കെ അല്ലാഹു തആല സമാധാനം കൊടുക്കട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ ദുനിയാവിൽ വീണ്ടും അല്ലാഹു തിരിച്ചു കൊടുക്കട്ടെ. മരിച്ചുപോയ എല്ലാ നിങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു നൽകി നാളെ ആഖിറത്തിൽ അവരെയും നമ്മളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.